രാജ്യസഭയിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് കാലങ്ങളോളം രാജ്യം ഭരിച്ചത് ലക്ഷ്യവും ആശയവുമില്ലാതെ രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടി ചെലവഴിക്കേണ്ട സമയം കോൺഗ്രസിന്റെ ദുർഭരണത്തിലെ തെറ്റുകൾ തിരുത്താൻ വിനിയോഗിക്കേണ്ടി വന്നു. ഇന്ന് ലോകത്തിലെ വിശ്വാസം നേടിയെടുക്കാൻ ഭാരതത്തിന് സാധിച്ചു. യൂറോപ്യൻ യൂണിയനും അമേരിക്കയുമായുള്ള വ്യാപാര കരാറുകൾ ഭാരതത്തിന്റെ നിലവാരം ഉയർത്തിയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. आदरणीय सभापति जी, मैं कोटि कोटि देशवासियों का आभारी हूं. उन्होंने सेवा करने का अवसर दिया. हमारी काफी शक्ति उनकी गलतियों को ठीक करने में जा रही है. दुनिया के मन में जो उनके समय की छवि है, उस छवि को धोने में मेरी ताकत लगती है. ऐसा बर्बाद करके रखा हुआ था और इस काम के लिए हमने फ्यूचर रेडी पॉलिसीज पर बल दिया है. और आज आपने देखा होगा देश नीति के आधार पर चल रहा है, पॉलिसीज के आधार पर चल रहा है. एडोकिज्म को हमने त्याग कर दिया है और उसके कारण विश्व का विश्वास बनता है. देश में हुए इन प्रयासों का नतीजा सबके सामने है. बड़े बड़े देश भारत के साथ व्यापारिक संबंध बनाने के लिए बहुत ही आतुर है. यूरोपीय संघ का ट्रेड डील हो, अमेरिका के साथ अभी हुआ जो ट्रेड डील हो, कल हमारे पीयूष जी ने सदन में विस्तृत जानकारी भी दी है और पूरा विश्व खुल करके इस ट्रेड डील का तारीफ कर रहा है. और उसमें जब यूरोपियन यूनियन के साथ ट्रेड डील हुआ तो विश्व को भरोसा हुआ कि अब वैश्विक स्तर पर स्थिरता की संभावना बढ़ेगी. अमेरिका के साथ ट्रेड डील होने के बाद विश्व को और भरोसा हो गया कि जो स्थिरता के एहसास हो रहा था, अब गति का भी एहसास होने लगा है. രാജ്യസഭയിൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷ ശ്രമമുണ്ടായി. ബഹളം വെച്ച് പ്രതിപക്ഷം പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ബഹിഷ്കരിച്ചു. ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്നും തുടരുകയാണ്. ജിഷ്ണു, നമ്മൾ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെയാണ് വികസിത നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. ഒപ്പം തന്നെ അതിരൂക്ഷമായ ഭാഷയിൽ കോൺഗ്രസിനെ, പ്രതിപക്ഷത്തെ വിമർശിക്കുകയുമുണ്ടായി. പ്രധാനമായും അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? കെ.പി. കഴിഞ്ഞ ഈ ഒരു ഭരണത്തിലേറിയ ശേഷം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് രാജ്യം കാലങ്ങളോളം ഭരിച്ച കോൺഗ്രസ് സർക്കാരുകൾ വരുത്തിയ തെറ്റുകൾ തിരുത്താനാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത്. ഭാവിക്ക് വേണ്ടി ചെലവഴിക്കേണ്ടിയിരുന്ന സമയമാണ് കോൺഗ്രസ് സർക്കാരുകളുടെ തെറ്റ് തിരുത്താൻ ചിലവഴിച്ചത് എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. കോൺഗ്രസ് സർക്കാരുകൾ രാജ്യത്തെ സാമ്പത്തികമായി പിന്നോട്ട് നയിച്ചു. യാതൊരു തരത്തിലും ജനങ്ങളുടെ ഉന്നമനമോ വികസനമോ അടിസ്ഥാന സൗകര്യമോ ലക്ഷ്യം വയ്ക്കാതെയുള്ള പ്രവർത്തനങ്ങളായിരുന്നു, ലക്ഷ്യവും ആശയവുമില്ലാത്ത പ്രവർത്തനങ്ങളായിരുന്നു കഴിഞ്ഞ കോൺഗ്രസ് സർക്കാരുകൾ രാജ്യത്ത് നടത്തിയിരുന്നത് എന്ന രൂക്ഷമായ വിമർശനം പ്രധാനമന്ത്രി മുൻപോട്ട് വെച്ചു. ഇന്ന് രാജ്യത്തിൻ്റെ സ്ഥിതി മാറുകയാണ്. പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം അന്താരാഷ്ട്ര സമവാക്യങ്ങൾ മാറുമ്പോൾ ഭാരതത്തിൽ ലോകരാഷ്ട്രങ്ങൾ വിശ്വാസമുന്നയിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാനുള്ള ശേഷിയിലേക്ക് ഇന്ന് രാജ്യം എത്തുകയാണ്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും പോലുള്ള രാജ്യങ്ങളുമായി വ്യാപാര ബന്ധത്തിലേർപ്പെടാനും അവർക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാനുമുള്ള സാമ്പത്തിക സൈനിക ശക്തിയായി ഭാരതം മാറുന്നു എന്ന പ്രഖ്യാപനം കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ നടത്തിയിട്ടുള്ളത്. വലിയ മാറ്റങ്ങൾ രാജ്യത്ത് കൊണ്ടുവരാൻ സാധിച്ചു. 25 കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി. 30 ലക്ഷം കോടി രൂപയാണ് മുദ്രാ യോജന വഴി സാധാരണക്കാർക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനായി നൽകിയത്. അത്തരത്തിൽ ചെറുകിട സംരംഭം മുതൽ പ്രതിരോധ മേഖലയിലെ ഉൽപ്പാദനം വരെ എല്ലാ മേഖലയിലും വികസനം കൈവരിച്ചുകൊണ്ട് ഭാരതം മുൻപോട്ട് പോവുകയാണ്. ബസ്തറിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ പോലും ഇന്ന് വികസനം എത്തിക്കാൻ സാധിച്ചു. സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ഭാരതത്തിന് തയ്യാറാകുന്നില്ല. ചിലർ ഇവിടെ നരേന്ദ്രമോദിയുടെ ശവക്കുഴി തോണ്ടുമെന്ന മുദ്രാവാക്യം വിളിച്ച് നടക്കുന്നുണ്ട്. അവർക്ക് മറുപടി നൽകുക രാജ്യമായിരിക്കും. രാജ്യത്തിൻ്റെ മുഴുവൻ ആശീർവാദവും തനിക്കൊപ്പമുണ്ട്. പക്ഷേ ചിലർ തൻ്റെ ശവക്കുഴി തോണ്ടുമെന്ന മുദ്രാവാക്യം വിളിക്കുന്നത് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് കൊണ്ടാകാം. കൂടാതെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരതയ്ക്ക് മറുപടി നൽകിയതുകൊണ്ടും രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കുന്നതും രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്നത് കൊണ്ടുമാകാം ചിലർ തൻ്റെ ശവക്കുഴി തോണ്ടുമെന്ന മുദ്രാവാക്യം വിളിക്കുന്നത്. അവർക്കുള്ള മറുപടി രാജ്യം നൽകും. രാജ്യത്തിന് മുഴുവൻ ആശീർവാദവും തനിക്കൊപ്പമുണ്ട്. ഈ രാജ്യത്തെ നയിക്കാൻ സാധിച്ചതിൽ, ഈ ഒരു കാലഘട്ടത്തിൽ രാജ്യത്തെ നയിക്കാൻ സാധിച്ചതിൽ വലിയ ആത്മസംതൃപ്തിയുണ്ട്. വരുന്ന 25 വർഷം ഏറെ നിർണായകമാണ്. 2040
2047 ഭാരതം വികസിത രാജ്യമെന്ന നേട്ടം കൈവരിക്കും. ആ ലക്ഷ്യത്തിലേക്കാണ് യാത്ര തടുക്കാൻ ആർക്കും സാധിക്കില്ല എന്ന കാര്യം കൂടി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പുകൾ വരും പോകും, പക്ഷേ രാജ്യം സമൃദ്ധിയോടെ നിലനിൽക്കണമെന്ന ആശയമാണ് നിലവിലെ കേന്ദ്ര സർക്കാരിനുള്ളത്. അതുകൊണ്ടാണ് 2047 ഭാരതം എന്താകണം എന്ന ചിന്തയിലൂടെയുള്ള പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പുകളിൽ വരും പോകും, രാഷ്ട്രീയ ചിന്താഗതികൾ ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് വികസനത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണമെന്ന ആഹ്വാനം കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടക്കത്തിൽ തന്നെ തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. പക്ഷേ പ്രധാനമന്ത്രി പ്രസംഗം തുടർന്നതോടെ പ്രതിപക്ഷം ബഹളം വെച്ചുകൊണ്ട് സഭ വിട്ടിറങ്ങുകയായിരുന്നു. 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന പ്രധാനമന്ത്രിയുടെ പ്രസംഗം രാജ്യത്തിൻ്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടും ഒപ്പം മുൻകാല കോൺഗ്രസ് സർക്കാരുകളുടെ പിടിപ്പുകേടുകൾ ചൂണ്ടിക്കാണിക്കുന്നതുമായിരുന്നു. ഡൽഹിയിൽ നിന്നും ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ പ്രസംഗം പരാമർശിച്ച് പ്രധാനമന്ത്രി രാജ്യത്ത് ഇന്ത്യ മുന്നണിയുടെ അക്രമം എത്രത്തോളമാണെന്ന് രാജ്യം കണ്ടു. സദാനന്ദൻ മാസ്റ്ററിന് നേരിടേണ്ടി വന്നത് ഭയാനകമായ അക്രമം ഭയക്കാതെ രാഷ്ട്ര സേവനത്തിനായി സദാനന്ദൻ മാസ്റ്ററെ പോലെ അനേകം ആളുകളുണ്ടെന്നും പ്രധാനമന്ത്രി രാജ്യസഭയിൽ. കൈകൾ കൂപ്പി പ്രധാനമന്ത്രിക്ക് നന്ദി പ്രകടിപ്പിച്ച് സദാനന്ദൻ മാസ്റ്റർ.